മന്ത്രി സജി ചെറിയാൻ പ്രസംഗങ്ങളിലൂടെ മുമ്പും വിവാദങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ഇപ്പോഴിതാ അദ്ദേഹം ഒരു പുതിയ വിവാദത്തിന് കൊളുത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേരളത്തിൽ ഭിന്നിപ്പിൻ്റെ രാഷ്ട്രീയം വളരെ ശക്തമാണ്. ഒരു വശത്ത് മുസ്ലിം ലീഗിനെയും മറുവശത്ത് BJPയെയും ഒക്കെയാണ് അദ്ദേഹം അവിടെ ചൂണ്ടിക്കാട്ടുന്നത്. എന്താണ് മന്ത്രി സജി ചെറിയാൻ ഇത്തരത്തിൽ ആഞ്ഞടിക്കാനുള്ള ഒരു കാരണം? ചേട്ടൻ സൂചിപ്പിച്ചതുപോലെ തന്നെ അത് വിവാദമാണോ ഒരു തിരിച്ചറിവാണോ എന്ന് സംശയമുണ്ട്. കാരണം വർഷങ്ങളായി തന്നെ കേരളത്തിലെ രാഷ്ട്രീയ നിരീക്ഷകരും അതോടൊപ്പം തന്നെ പൊതുപ്രവർത്തകരും പറയുന്നതാണ് കേരളത്തെ വലിയ രീതിയിൽ ഈ വർഗീയവാദവും ഭീകരവാദവും എല്ലാം വിഴുങ്ങിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഇല്ല, ഇത് ഇടതുപക്ഷത്തിൻ്റെ മണ്ണാണ്, മതേതരത്വത്തിൻ്റെ മണ്ണാണ്. ഞങ്ങളുടെ യൂറോപ്യൻ നിലവാരത്തിലാണ് ഞങ്ങളുടെ ചിന്താഗതിയും പ്രവർത്തനവും ആരോഗ്യ മേഖലയും സാമ്പത്തിക മേഖലയും വിദ്യാഭ്യാസ മേഖലയും എന്ന് പറയുമ്പോൾ എന്ത് തീരുമാനമെടുത്താലും അവസാന സർട്ടിഫിക്കറ്റ് എഴുതി നൽകുന്നത് മലബാറിലെ മുസ്ലിം സംഘടനകളാണ്. ആ രീതിയിലേക്ക് മാറിയതായി വർഷങ്ങളായി പറയുമ്പോൾ ഞാൻ തുടക്കം സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് ഇടതുപക്ഷമാണ്, ഇടതുപക്ഷത്തിൻ്റെ കേരളമാണ്, EMS പടുത്തുയർത്തിയ കേരളമാണെന്ന് അവകാശപ്പെടുന്ന ഈ സജി ചെറിയാൻ്റെ പാർട്ടിക്കും ഈ അവസാന ഘട്ടത്തിലെങ്കിലും ഇത്തരമൊരു തിരിച്ചറിവ് ഉണ്ടായത് നന്നായിട്ടുണ്ട്. അപ്പോഴും അദ്ദേഹം എന്തായാലും സൂംബയെക്കുറിച്ച് ഇപ്പോൾ വിവാദം നടക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. അതിനിടയിൽ തന്നെ ഒരു തുല്യത വേണമല്ലോ, അങ്ങനെ ഉണ്ടല്ലോ. ഇപ്പോൾ ഈ ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, ഒരു കാലത്ത് പൂർണ്ണമായി തന്നെ ഹിന്ദു സമൂഹത്തിനെ എതിർക്കുക, അവർ അനാചാരങ്ങൾക്ക് അടിമപ്പെട്ടവരാണ്, അവർക്ക് അവിടെ നവോത്ഥാനം ഉണ്ടാക്കുക, മറിച്ച് മറ്റു മതങ്ങളിലും ഈ നവോത്ഥാനം നടപ്പിലാക്കാനുള്ള അവസരം ഇവര് ആ ഏരിയയിലോട്ട് പോലും അടുപ്പിക്കില്ല. ആ രീതിയിലാണ് ഇപ്പോൾ എന്തായാലും ഞാൻ തുടക്കം സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ന്യൂനപക്ഷ വിഭാഗം വലിയ രീതിയിൽ ഇടതുപക്ഷത്തെയും കേരളത്തെയും വിഴുങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോഴാണ് സജി ചെറിയാൻ ഈ തിരിച്ചറിവ് ഉണ്ടായത്. ആ തിരിച്ചറിവ് ഉണ്ടായിട്ട് ഇനി കാര്യമില്ല. കാരണം അദ്ദേഹത്തിന് ഭയപ്പാടുണ്ട്. സ്വന്തം മണ്ഡലത്തിലെല്ലാം ഇനി ഈ വലിയ രീതിയിൽ തങ്ങളുടെ മതത്തെ സംരക്ഷിച്ചില്ലെങ്കിൽ, തങ്ങളുടെ മതത്തിന് വഴിയൊരുക്കിയില്ലെങ്കിൽ പിന്നീട് താനും ആരും വിജയിക്കില്ലെന്ന് അദ്ദേഹത്തിനൊരു തോന്നലുണ്ട്. അതുകൊണ്ടായിരിക്കും അദ്ദേഹം ഇപ്പോൾ നിലമ്പൂരിലെ തോൽവിയാണോ അതിന് ഒരു കാരണമായത്? നിലമ്പൂരിലെ തോൽവി മാത്രമല്ല, പിണറായി പണ്ട് ഞാൻ ചർച്ചകളിൽ പറയും പോലെ തന്നെ 2024 മുമ്പ് ഗാസയുമായി ബന്ധപ്പെട്ട് പിണറായി വിജയൻ വലിയ പ്രണയമായിരുന്നു. പിന്നീട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ പ്രണയിച്ചവരെല്ലാം പുറകിൽ നിന്ന് ചവിട്ടിയപ്പോൾ ഉടനെ തന്നെ മറുകണ്ഠം ചാടി അതെ വെള്ളാപ്പള്ളി നടേശന് അനുകൂലമായി പിന്നീട് സംസാരിക്കുന്നത് കണ്ടു. ഈ മലബാറിലാണ് സ്വർണ്ണക്കടത്ത്, മലപ്പുറം ജില്ലയിൽ സ്വർണ്ണക്കടത്താണ്, അതോടൊപ്പം തന്നെ അതിനിടയ്ക്കാണ് വെള്ളാപ്പള്ളി കുഴപ്പങ്ങളുടെയും കേന്ദ്രം മലപ്പുറം ജില്ലയാണ് എന്ന് പറയുന്നത് നമ്മൾ കേട്ടു. ഈ വെള്ളാപ്പള്ളി നടേശനുമായി ബന്ധപ്പെട്ട് ഒരു പ്രസ്താവന ഉണ്ടായിട്ടുണ്ടല്ലോ. അദ്ദേഹം മലപ്പുറം ജില്ലയെ പൂർണ്ണമായി തന്നെ അപമാനിക്കുന്ന രീതിയിൽ വന്നപ്പോൾ ആദ്യമായി അദ്ദേഹം പറഞ്ഞതിൽ എന്താണ് തെറ്റ്? അദ്ദേഹം കേരളത്തിലെ കുമാരനാശാനേക്കാൾ ഉയർന്ന വ്യക്തി എന്ന് പറഞ്ഞ് പുകഴ്ത്തിക്കൊണ്ട് ആദ്യം എത്തിയത് പിണറായി വിജയനാണ്. അതെ, നാം ഒരു 5 വർഷം മുൻപ് ചിന്തിച്ചു നോക്കൂ, ഈ പിണറായി വിജയൻ ഈ വെള്ളാപ്പള്ളി നടേശൻ ഇത്രയും ഇങ്ങനൊരു പ്രസ്താവനയുമായി വരുന്നു. ആദ്യം അദ്ദേഹത്തിനെതിരെ പ്രതികരിക്കുന്നത് പിണറായി വിജയൻ. എനിക്ക് ഓർമ്മയുണ്ട്, പണ്ട് 2 അന്യസംസ്ഥാന തൊഴിലാളികൾ, ഇതര സംസ്ഥാന തൊഴിലാളികൾ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത്, അദ്ദേഹത്തിന്റെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ അവസാന പീരീഡിലാണ് ഈ സെപ്റ്റിക് ടാങ്ക് വൃത്തിയാക്കാനായിട്ട് മാൻഹോളിലേക്ക് ഇറങ്ങി. അവിടെ വെച്ച് ഈ വിഷവാതകം ശ്വസിച്ച് 2 പേരും അതിനകത്ത് കുഴഞ്ഞു വീണു. അവരെ രക്ഷിക്കാനായിട്ട് കണ്ടുനിന്ന് ഓടിക്കൂടിയ രക്ഷാപ്രവർത്തകരിൽ നൗഷാദ് എന്നൊരു ചെറുപ്പക്കാരൻ ചാടിയിറങ്ങി. നൗഷാദ് അവരെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയ്ക്ക് നൗഷാദും വിഷവാതകം ശ്വസിച്ച് മരിച്ചു. ദാരുണമായൊരു സംഭവമാണ്. അന്ന് ഈ ഉടനെ തന്നെ നൗഷാദിന്റെ ധീരകൃത്യത്തെ പുകഴ്ത്തി എല്ലാവരും അങ്ങ് ഭാര്യയ്ക്ക് ജോലി, അതെ, ഭാര്യയ്ക്ക് ജോലി, സർക്കാർ ലക്ഷങ്ങൾ പ്രഖ്യാപിക്കുന്നു നഷ്ടപരിഹാരം. അപ്പോൾ അന്ന് വെള്ളാപ്പള്ളി നടേശൻ ഒരു സ്റ്റേറ്റ്മെന്റ് പുറത്തുവിട്ടു. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ഒരു മുസ്ലിമായിട്ട് ജനിക്കാൻ കൊതിയാകുന്നു എന്നാണ് പറഞ്ഞത്. അന്ന് ഈ പിണറായി വിജയൻ ഏറ്റവും ആദ്യം വെള്ളാപ്പള്ളി നടേശന്റെ രക്തത്തിന് വേണ്ടി ദാഹിച്ചുകൊണ്ട് രംഗത്തെത്തിയത് പിണറായി വിജയനാണ്. മതേതരത്വ കേരളത്തിലെ ഒരു അപമാനമാണ്, അതിൽ കടന്നുകൂടിയിരിക്കുന്ന ഒരു ക്ഷുദ്ര ജീവിയാണ് വെള്ളാപ്പള്ളി നടേശൻ എന്നൊക്കെ പറഞ്ഞ് അതിഭീകരമായിട്ടാണ് വെള്ളാപ്പള്ളി ആക്രമിച്ചത്. ഈ നാട്ടിൽ ഒരുപാട് പേര് രക്ഷാപ്രവർത്തനത്തിന് പോയിട്ട് മരിച്ചിട്ടുണ്ട്. നമുക്കറിയാം 2015 മുമ്പും പിമ്പും ഒരുപാട് ആൾക്കാർ ഈ മറ്റുള്ളവരെ രക്ഷിക്കാനായിട്ട് ഇറങ്ങി അപകടത്തിൽപ്പെട്ട് മരിച്ച
നിരവധി സംഭവങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. അവർക്കൊന്നും കിട്ടാത്ത ഒരു അറ്റൻഷൻ നൗഷാദിന് കിട്ടിയപ്പോഴാണ് ഈ വെള്ളാപ്പള്ളി നടേശൻ ഇങ്ങനെ പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞതിൻ്റെ ശരിതെറ്റുകളും ന്യായാന്യായങ്ങളും ഒക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷേ ആ പറഞ്ഞതിനെ ഏറ്റവും രൂക്ഷമായിട്ട് വിമർശിക്കുകയും കുറ്റപ്പെടുത്തുകയും ഒരർത്ഥത്തിൽ ചീത്ത പറഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ, അതിരൂക്ഷമായ ഭാഷയിൽ വെള്ളാപ്പള്ളിയെ കൊലവിളിക്കുന്ന രീതിയിൽ, വാക്കുകൾ കൊണ്ട് കൊലവിളിക്കുന്ന രീതിയിൽ രംഗത്ത് വന്നയാൾ പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ പാർട്ടിയുമാണ്. അല്ല, അദ്ദേഹം പിന്നീട് തിരുത്തുന്നതാണ് ഇപ്പോൾ നാം നിലമ്പൂർ തെരഞ്ഞെടുപ്പിന് മുൻപ് കണ്ടത്. അത് ഒരു പരിധിവരെ വലിയ വിജയം കൊയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും ഈ എല്ലാ പാർട്ടികളും 3 പാർട്ടികളും വിലയിരുത്തിയിട്ടുണ്ട്. ഈ നിലമ്പൂരിലെ ഈ ഹൈന്ദവ വോട്ടുകൾ പൂർണ്ണമായി തന്നെ ഏകീകരിക്കാൻ LDFന് കഴിഞ്ഞിട്ടുണ്ട്. അത് BJP യോഗത്തിൽ ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട്. BJP നേതാക്കൾ ഉൾപ്പെടെ യോഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഈ BJPക്ക് ലഭിക്കാനുള്ള ഹൈന്ദവ വോട്ടുകൾ മുഴുവനായി തന്നെ LDFിലേക്ക് പോയതായി BJPയുടെ UDFന്റെയും വിലയിരുത്തൽ അങ്ങനെയാണ്. വളരെ കൃത്യമായിട്ട് ഹിന്ദു വോട്ടുകൾ LDFന് കിട്ടുകയും എന്നാൽ മുസ്ലിം വോട്ടുകൾ N ബ്ലോക്കായിട്ട് UDFന് വരികയും ചെയ്തു എന്ന് UDFന്റെ വിലയിരുത്തലും പുറത്തു വന്നു. അല്ല, അതാണ് കുറച്ച് ന്യൂനപക്ഷത്തിന്റെ വോട്ടുകൂട്, എനിക്ക് തോന്നുന്നു ക്രൈസ്തവ വിഭാഗത്തിന്റെ കുറച്ച് വോട്ടുകൂട് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ വലിയ ഭൂരിപക്ഷമല്ലല്ലോ അല്ലേ, ഒരു 10,000 വോട്ടില്ല. മറുഭാഗത്ത് നോക്കുക അൻവറിനാണ് 20,000 വോട്ട്. അൻവറിന്റെ ഒരു 10,000 വോട്ട് ഇങ്ങോട്ട് മാറിയിരുന്നെങ്കിൽ വിജയം തന്നെ സംഭവിക്കുമായിരുന്നു. അത് പിണറായിയുടെ തന്ത്രമാണ്. ആ തന്ത്രം അവസാനിക്കുന്നില്ല, അത് തുടരുക തന്നെ ചെയ്യും. 2026 നാം ആ തന്ത്രം കാണും. ആ തന്ത്രത്തിലൂടെ ആയിരിക്കും പിണറായി വിജയ സ്വപ്നം കാണുന്നത്. പക്ഷെ ഇപ്പോൾ സജി ചെറിയാനാണ് എന്തായാലും തുറന്നു പറച്ചിൽ നടത്തിയിരിക്കുന്നത്. അതിനിടയിൽ തന്നെ തൻ്റെ ഒരു പദവി രക്ഷിക്കണമല്ലോ, മരുമകന് വിഷമമാകുമോ എന്ന് കരുതിയായിരിക്കും അദ്ദേഹം കാസയും വിമർശിച്ചിട്ടുണ്ട്. കാസയെ രൂക്ഷമായി തന്നെയാണ് വിമർശിക്കുന്നത്. കാസയുമായി ബന്ധപ്പെട്ട് ക്രൈസ്തവർക്കിടയിൽ ഭിന്നിപ്പിന്റെ രാഷ്ട്രീയം ഉണ്ടാക്കുകയാണ്. RSSന്റെ പിന്തുണയോടുകൂടി തന്നെ ഭിന്നിപ്പിന്റെ രാഷ്ട്രീയം ഉണ്ടാക്കാനാണ് കാസയുടെ ശ്രമമെന്നും സജി ചെറിയാൻ പറയുന്നു. സജി ചെറിയാൻ എവിടെയായിരുന്നു ഈ ജോസഫ് മാഷിന്റെ കൈവെട്ടിയപ്പോൾ, ഈ ഈരാറ്റുപേട്ടയിൽ പള്ളിയിൽ അച്ഛനെ അല്ലെ ചില ജിഹാദികൾ ആക്രമിക്കുമ്പോൾ ഇദ്ദേഹം എവിടെയായിരുന്നു? അന്നെല്ലാം അദ്ദേഹം മൗനം പാലിക്കുകയും പിന്നീട് ഇപ്പോൾ അവസാന ഘട്ടത്തിൽ അന്നെല്ലാം ഇദ്ദേഹം മൗനം പാലിക്കുമ്പോൾ, ഈ സജി ചെറിയാൻ മൗനം പാലിക്കുമ്പോൾ കാസ തുറന്നെഴുതുകയാണ്, തുറന്നു പറയുകയാണ്. നാർക്കോട്ടിക് ജിഹാദുമായി ബന്ധപ്പെട്ട് ഈ പാലാ ബിഷപ്പിന്റെ ഭാഗത്തു നിന്നും ഒരു പ്രസ്താവന ഉണ്ടായപ്പോൾ ഈ സജി ചെറിയാൻ എവിടെയായിരുന്നു? അദ്ദേഹത്തിനെതിരായിരുന്നു. അദ്ദേഹം സ്വന്തം മതത്തിലെ പെൺകുട്ടികൾക്ക് വേണ്ടി ദുഃഖിക്കപ്പെട്ടപ്പോൾ അദ്ദേഹത്തിനെ എതിർക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ ഇത് സജി ചെറിയാൻ അടക്കമുള്ള ഇടതുപക്ഷം മതേതരത്വവാദികളാണെങ്കിൽ എല്ലാത്തിനെയും വിമർശിക്കണം, തെറ്റ് കണ്ടാൽ വിമർശിക്കണം. അങ്ങനെ ഒരു സംഭവമുണ്ട്. ഈ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, ബിഷപ്പ് പറഞ്ഞിട്ടുണ്ട്. ഇതെന്താണ് വാസ്തവമെന്ന് അദ്ദേഹത്തോട് ഒന്ന് നേരിട്ടെത്തി ഇതെന്താണ് പ്രശ്നം, എന്താണ് നിങ്ങളെ പ്രശ്നം എന്ന് ഇദ്ദേഹം കേൾക്കാൻ ഇവർ തയ്യാറായിട്ടുണ്ടോ? മറിച്ച് ഇത് കണ്ടിട്ടുണ്ടോ, വിദ്യാഭ്യാസ മേഖലയുമായി ഉടൻ തന്നെ ഈ ജെൻഡർ ന്യൂട്രാലിറ്റി, എല്ലാവർക്കും ഒരേ വസ്ത്രം. അപ്പോൾ ഉടൻ തന്നെ ഈ ഇത്തരം സംഘടനകൾ വിവാദവുമായി ഇറങ്ങും. മുസ്ലിം സംഘടനകൾ വിവാദവുമായി ഇറങ്ങുമ്പോൾ ഉടനെ തന്നെ പിൻവലിച്ചിട്ട് പറയും ഞങ്ങൾ എല്ലാവരോടും ചർച്ച നടത്തിയിട്ട് തീരുമാനിക്കാമെന്ന്. ആ ചർച്ച എന്താണ്? ഈ ന്യൂനപക്ഷങ്ങൾക്കും ഹൈന്ദവരുമായി ബന്ധപ്പെട്ട് നടത്താൻ എന്താണ് ബുദ്ധിമുട്ട്? 3 പേരുണ്ട്, ഈ 2 പേരെ അവഗണിക്കുക, ഒരാൾക്ക് മാത്രം പ്രാധാന്യം നൽകുക. എന്നിട്ട് അവരെ ഈ 2 പേരെ പിന്തുണയ്ക്കുന്ന കാസ അടക്കമുള്ള സംഘടനകൾ, വർഗീയവാദികൾ, ഭിന്നിപ്പുണ്ടാക്കുന്നവർ, ആ രീതിയിലുള്ള പ്രസ്താവനയാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും കൂടിപ്പോയൊരു 5-10 വർഷം ഇതിനുള്ള കൃത്യമായ മറുപടി അവർ നൽകുക തന്നെ ചെയ്യും. അല്ലെങ്കിൽ അത് UDFനോട് ചോദിച്ചാൽ മനസ്സിലാവും. UDFനൊരു ചിന്ത ഉണ്ടായിരുന്നു, എല്ലാ കാലത്തും ഞങ്ങൾക്ക് വേണ്ടി ന്യൂനപക്ഷ വോട്ട് ചെയ്യുന്നു. കഴിഞ്ഞ 2021 തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ ക്രൈസ്തവ വോട്ടുകളെല്ലാം എങ്ങോട്ട് ഒലിച്ചു പോയി? അതോടുകൂടിയാണല്ലോ UDFന് വലിയ തകർച്ച ഉണ്ടാകുന്നത്. അതെ, ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ അതും അദ്ദേഹം പറയുന്നുണ്ട്. ഈ സജി ചെറിയാൻ ചില പോയിന്റ് എല്ലാം കൃത്യമായി തന്നെ പറയുന്നുണ്ട്. ഈ ലീഗ് കോൺഗ്രസിനെ വിഴുങ്ങിയതായും അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം ഇനി ചെങ്ങന്നൂരിൽ വീണ്ടും മത്സരിക്കാനുള്ള ഒരു സാധ്യത കാണുകയാണെന്ന് സംശയമുണ്ട്. കാരണം അവിടെ ക്രൈസ്തവരാണല്ലോ ഭൂരിപക്ഷം. ഇത്രയും നാൾ മതേതരത്വവും പറഞ്ഞ് നടന്നു. ഇനി അവസാനം 6-7 മാസത്തേക്ക് ക്രൈസ്തവ വോട്ടുകൾ നിർണായകമാണ്. അതെ, ഇനി ഒരു 6-7 മാസത്തിലേക്ക് സത്യങ്ങൾ വിളിച്ചു പറഞ്ഞ് ഉള്ള വോട്ടുകൾ നേടുകയും പിന്നീട് ഒരു 4 വർഷം ഇത്തരം മതേതരത്വം പറഞ്ഞു നടക്കുകയും പിന്നീട് 1 വർഷം, അതാണല്ലോ പിണറായിയുടെ തന്ത്രം. 4 വർഷം അഴിമതിയുമായി നടന്നു, അവസാനം 1 വർഷം കിറ്റ് കൊടുത്തു അധികാരത്തിൽ വരുന്നു. ഇപ്പോൾ അവസാനം അതാണ് അദ്ദേഹത്തിന്റെ തന്ത്രം. ഈ അവസാന ഘട്ടത്തിലെല്ലാം ഈ പെൻഷനുമായി ബന്ധപ്പെട്ട് വലിയ വീഴ്ചകളുണ്ടായി.
പലതും കുടിശ്ശിക ഉണ്ടായി, ഇപ്പോൾ കൃത്യമായി കൊടുക്കുന്നുണ്ട്. ഇനി ഒരു വർഷം അടുപ്പിച്ചില്ലുള്ളൂ. ആ തന്ത്രമായിരിക്കും 8 മാസമേ ഉള്ളൂ തെരഞ്ഞെടുപ്പ്. ആ തന്ത്രമായിരിക്കും സജി ചെറിയാനും ഇപ്പോൾ പിന്തുടരുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.